ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കണോ? നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് ആട്ടോ. ഒട്ടും പ്ലാൻഡ് ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ ഇൻട്രോ ഒന്നും മര്യാദക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എഴുന്നേറ്റപ്പോൾ തൊട്ടുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഈ ചപ്പാത്തി കഴിക്കണ ഉച്ചക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം വൈ ദ വേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തി പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയുമായിരുന്നു. പിന്നെ ഈ ഒരു ദിവസം ശ്രീനാരായണ ഗുരു ജയന്തി ആയതുകൊണ്ട് ഞങ്ങൾ ക്ലാസ്സിലൊന്നും പോകണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുറേ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കുറച്ചെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ലായിരുന്നു. അതുകൊണ്ട് ഇൻട്രോ ഒന്നും വരെ സെറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് പ്രകൃതി രമണീയമായിട്ടുള്ള സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരിക്കണമായിരുന്നു. പിന്നെ കൈസ്, ഇതാണ് എൻ്റെ പുത്തൻ നെയിൽസ്. നെയിൽ പോളിഷ് ഇട്ടിട്ടുള്ള നെയിൽസ് കൊള്ളാമെന്ന് പറയാട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ നിർന്നത്. പിന്നെ നമ്മുടെ ഇൻട്രോ എങ്ങനെയായിരുന്നു പറയാട്ടോ. കുറച്ചധികം നേരം തന്നെ കഷ്ടപ്പെട്ട് ഇരുന്നുണ്ടായിരുന്ന ഒരു ഇൻട്രോ ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായ ഒരു പേരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കഴിച്ചു. തീരെ മധുരം ഉണ്ടായില്ല, എന്നാലും കഴിച്ചോട്ടോ. പിന്നെ നമുക്കിന്ന് പുറത്ത് പോകാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ കാണിച്ചിട്ടുണ്ടായില്ലേ, ലോങ് ടീലൊക്കെ വന്നിട്ടുള്ളത്. അത് നമുക്കിന്ന് സെൻഡ് ചെയ്യാനുണ്ട് കൊറിയറായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോണേണ്. ഞാൻ ഇച്ചിരി ഒരുങ്ങിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ലിപ്സ്റ്റിക്ക് ഇട്ടു ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി അത്ര തന്നെ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഒന്നും ഇങ്ങനെ സാധാരണ ക്യാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ ഇടാറില്ല. എന്തോ എനിക്ക് ഇടാൻ തോന്നിയിട്ട് ഞാൻ ഇട്ടോ. മെയിനായിട്ട് വീഡിയോ എടുക്കണോണ്ടാണ് ഇട്ടത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇടലൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടി പോകണേ. ഇവിടെ മൂത്തൊന്നും തണ്ട് പോകണത് ജസ്റ്റ് കുറച്ച് പോകാനുള്ളൂ. ജസ്റ്റ് ഒരു ബസ്സിന് കയറിയിട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് ചേഞ്ച് മേടിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ ചേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതൊക്കെ മേടിച്ച് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. മമ്മൂത്ത് വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കൊറിയർ സെൻഡ് ചെയ്യാൻ വേണ്ടി പോയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പോസ്റ്റിലാണ് സെൻഡ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെലിവറി ചാർജൊക്കെ കുറച്ച് കുറവാണെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റേ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ കൊറിയറൊക്കെ സെൻഡ് ചെയ്തിട്ട് ഒരു ബസ്സിൽ ആദ്യം കയറി. പക്ഷേ അത് വളഞ്ഞു പോണ ബസ്സായിരുന്നു. എന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറക്കി. അങ്ങനെ വേറെ ബസ്സിൽ കയറിയിട്ട് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് പിന്നെ നമുക്ക് വന്നപ്പോൾ തന്നെ കുറേ നോട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്. എന്ത് ചെയ്യാനാണ് ഗൈസ്, എൻ്റെ നോട്ടിന് ഭയങ്കര ഡിമാൻഡാണ് ക്ലാസ്സിൽ. അപ്പോൾ കുറേ പേര് എൻ്റെ നോട്ട് ചോദിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ നോട്ട് എപ്പോഴേക്കും കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതും അയച്ചു കൊടുക്കാനാണ്, ഇംഗ്ലീഷാണ് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലെ പഠിപ്പീസ് എല്ലാം തന്നെ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മെയിനായിട്ട് ഞാൻ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ് ഗൈസ്, എനിക്ക് വയ്യ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കപ്പലണ്ടി ഇരിക്കണേ കണ്ടുകൂടെ. അപ്പോൾ പിന്നെ എന്തായാലും അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിലാണെന്നുണ്ടെങ്കിൽ നല്ല എരിവും പിന്നെ ഉപ്പൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര കാണാൻ പിടിച്ചില്ല. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ തൊണ്ട് കളഞ്ഞ് കഴിക്കണം കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ കപ്പലണ്ടിയുടെ പിന്നെ കടലയുടെ ഒക്കെ തൊണ്ട് കളഞ്ഞ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിൻ്റെയും ഞാൻ അങ്ങനെ തൊണ്ട് കഴിഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോൾ ഞാനിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, റീൽസൊക്കെ കുത്തിയിരിക്കണമായിരുന്നു. പിന്നെ യൂട്യൂബും ഷോർട്സൊക്കെ കണ്ടിരിക്കണമായിരുന്നു. അപ്പോഴാണ് വിചാരിച്ചത് കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള വേറെ കുറച്ച് ഷോർട്സൊക്കെ എടുക്കാമെന്ന്. നോക്കുമ്പോഴാണ് ഇഷ്ടംപോലെ തുമ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈറ്റങ്ങളും വരെയൊക്കെ എടുക്കാൻ പറ്റണില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഷെയ്ക്കിങ് ആണ് കേട്ടോ. അതുകൊണ്ട് എങ്ങനെയൊക്കെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷെയ്ക്കിങ് ഫുള്ള്. അങ്ങനെ ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കണേണ്. ഈ ഉരുളക്കിഴങ്ങും പിന്നെ വേറെ സവാളൊക്കെ ഇട്ടിട്ടുള്ള സംവിധാനവും അങ്ങനെ സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അന്നുണ്ടെങ്കിൽ ഇത് ഓർമ്മയാണ് ഗൈസ്, കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അന്ന് അറിയാൻ പറ്റുമായിരിക്കാം. ഇത് നമ്മുടെ കൃഷ്ണ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന പൂക്കളാട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുന്ന സ്വഭാവമുണ്ട്. അതിപ്പോൾ ഒരു മിഠായി തൊണ്ടായാലും ഞാൻ സൂക്ഷിച്ച് വെക്കോട്ടെ. അപ്പോൾ പിന്നെ ഈ പൂവൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കാനുണ്ടായിരുന്നു. അത് ഉണക്കണമല്ലോ, ഉണക്കിയാലല്ലേ വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് പൂപ്പിലൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. കാരണം 2-3 ദിവസം വെച്ചിട്ടുണ്ടായില്ല വെയിലത്ത്. അപ്പോൾ ഇന്ന് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം പൊളിറ്റിക്സ് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഗൈസ്, ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ ഈ ഒരു പൊളിറ്റിക്സിൻ്റെ ഈ ഒരു പ്രിൻ്റഡ് നോട്ട് കാണിച്ചപ്പോൾ ഭയങ്കര ഡിമാൻഡ് കേസ്. ഇതിനും എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ട് ഇതിൻ്റെ നോട്ടൊക്കെ അയച്ചു വരുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു പ്രിൻ്റഡ് നോട്ടിന് ഒടുക്കത്തെ ഡിമാൻഡാണെന്ന്. അങ്ങനെ അതൊക്കെ ഞാൻ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്സൊക്കെ പഠിക്കൽ ഈ പ്രിൻ്റഡ് നോട്ട് മാത്രം നോക്കിയാൽ കേട്ടോ. ഞാൻ മിക്കപ്പോഴും ചിലപ്പോൾ എൻ്റെ തന്നെ നോട്ട് ഉണ്ടാക്കും ഈ പ്രിൻ്റഡ് നോട്ടിലും. പിന്നെ ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ PDF ഒക്കെ കിട്ടുന്നത് അത് നോക്കി പിന്നെ സ്കൂളിലെ നോട്ടും ടെക്സ്റ്റൊക്കെ നോക്കിയിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് അതാണ് കൂടുതൽ ഞാൻ പഠിക്കാറ്. മെയിനായിട്ട് ടൈം കിട്ടിയില്ലെങ്കിൽ പ്രിൻ്റഡ് നോട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കും. പിന്നെ എക്കണോമിക്സ് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അതും നാളെ പഠിക്കാനുണ്ട് കേട്ടോ. 4 സബ്ജക്റ്റ് എനിക്ക് എൻ്റെ അറിവിൽ നാളെ പഠിക്കാനുണ്ടായിരുന്നു. അതിൽ മിക്കത് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും അച്ഛൻ ഇങ്ങനെ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കഴിക്കാനൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സംഭവത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി ഞാനല്ല കേട്ടോ അമ്മയാണ്. അപ്പോൾ 2 ഉഴുന്നോടെയും പിന്നെ ഒരു ഉണ്ടംപുരി ഇല്ലേ ഈ സാധനം, ആ സാധനം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകണേണ്. വൈകുന്നേരം ആക്കുമ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഞാൻ ഉണ്ടാവും. സംഭവം വേറെ ഒന്നിനല്ല, ഊഞ്ഞാലാടിയിട്ടൊരു റീൽസ് കാണണം, അതിന് തന്നെയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വൈബുള്ള കാര്യമാണ്. അങ്ങനെ അത് നേരം കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാൻ വന്നെയാണ്. ഞാൻ പഠിക്കാൻ ഇത്ര നേരമായിട്ടൊന്നും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായില്ല നേരെ ചൊവ്വ. അപ്പോൾ
ഒരു ഇരുട്ടായി രാത്രിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ആദ്യം നോട്ട് തന്നെ ഉണ്ടാക്കുന്നത് നാളത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ യൂട്യൂബ് ക്ലാസ്സും PDF പിന്നെ പ്രിൻ്റഡ് നോട്ടൊക്കെ നോക്കി മിക്സഡ് ആക്കിയിട്ട് എനിക്ക് ഈസി ആയിട്ടുള്ള ഭാഷയിൽ ഞാൻ എൻ്റെ നോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യനാണ് പഠിക്കാനുണ്ടായിരുന്നത്, പൊളിറ്റിക്സ് സാറിൻ്റെ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രിൻ്റഡ് നോട്ടിൽ ഭയങ്കര ചെറുതൊക്കെയാണ്, പക്ഷേ അത്രയും ചെറുത് എഴുതിയിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കുറയുമല്ലോ. അതുകൊണ്ട് ഞാൻ വലുതാക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം നമുക്ക് പൊളിറ്റിക്സിന് ഭയങ്കര മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറുതൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് പ്രിൻ്റഡ് നോട്ടിൽ മാത്രം നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വലുതൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുശേഷം നമ്മൾ രാത്രിയിലത്തെ ഡിന്നർ കഴിക്കണം കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ചോറ് തന്നെയാണ്, പക്ഷേ ഈ തക്കാളി പിന്നെ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്ന ചോറാണ്. അപ്പോൾ ഇത് കഴിക്കുകയെന്ന് പറഞ്ഞാൽ കറിയുടെ സെപ്പറേറ്റ് ആവശ്യമൊന്നും ഇല്ല, എന്നാലും ഉരുളക്കിഴങ്ങിൻ്റെ കറി ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് കഴിച്ചെന്ന് മാത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊളിറ്റിക്സ് പഠിച്ചില്ലല്ലോ, നമ്മൾ ജസ്റ്റ് എഴുതിയത് മാത്രമേ ഉള്ളൂ. കുറച്ച് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയാണ് നോക്കണേണ്. ഞാൻ എൻ്റെ നോട്ട് എഴുതിയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പഠിച്ചു കഴിഞ്ഞാണ് കേട്ടോ. അല്ലാത്ത പ്രിൻ്റഡ് നോട്ടൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറേ നേരം വേണ്ടി വരും പഠിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേണ്ടി വന്നിരിക്കും. പക്ഷേ ഇത് ഞാൻ ഏറെക്കുറെ എൻ്റെ നോട്ടായിട്ട് അരമണിക്കൂർ കൊണ്ട് സംഭവം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ അത്യാവശ്യം ലെങ്ത്തിന് ഞാൻ പഠിച്ചിട്ടുണ്ട്. കുറച്ച് ഷോർട്ട് നോട്ടല്ല പഠിച്ചിട്ടുള്ളത്, അത്യാവശ്യം ഉണ്ട് താനും. പക്ഷേ എൻ്റെ നോട്ടാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയെന്ന് മാത്രം. ശരിക്കും നാളെ എനിക്ക് പൊളിറ്റിക്സ് മിസ്സിൻ്റെയും സാറിൻ്റെയും പിന്നെ ഹിസ്റ്ററിയും നമ്മുടെ എക്കണോമിക്സും പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ ശരിക്കും എനിക്ക് എല്ലാം ഒന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ പിന്നെ ഹിസ്റ്ററി, സൂഫിസവും പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളും പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പഠിക്കാൻ മടിയായിട്ട് കുറച്ച് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ടൈം ടേബിൾ എടുത്ത് നോക്കിയത്. അപ്പോൾ ടൈം ടേബിളിലാണെന്നുണ്ടെങ്കിൽ നാളെ ഹിസ്റ്ററി മിസ്സിൻ്റെ അല്ല. അപ്പോൾ പിന്നെ മടിയായിട്ട് പിന്നെ അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കേസ് അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഫോൺ കുത്തിയിരുന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഭയങ്കര ചെറിയൊരു വീഡിയോ ആയിപ്പോയി. എന്നാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. Bye guys.